പോളണ്ട്, ഉക്രൈൻ, റഷ്യ, ലിത്വാനിയ, ലാറ്റ്വിയ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യ രാജ്യമാണ് ബെലാറസ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഉറ്റ അനുയായി, റഷ്യയുടെ ഏത് ഇംഗിതങ്ങൾക്കും ഏത് സമയത്തും കൂട്ടുനിൽക്കുന്ന ഉറ്റ ചങ്ങാതി രാഷ്ട്രം. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഈ രാഷ്ട്രത്തിന് വലിയൊരു പങ്കുണ്ട്. റഷ്യയും ബെലാറസും തന്ത്രപ്രധാനമായ ഉടമ്പടികളിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതിൽ പ്രധാനപ്പെട്ടവയാണ് റഷ്യയുടെ അത്യാധുനിക ഒറേഷനിക് മിസൈലുകൾ ബെലാറസിൽ സ്ഥാപിക്കുമെന്നതും റഷ്യയുടെ ആണവ കേന്ദ്രങ്ങൾ ബെലാറസിൽ സ്ഥാപിക്കും എന്നതും. 2025 മധ്യത്തോടെ റഷ്യയുടെ ഒറേഷനിക് മിസൈലുകൾ ബെലാറസിന് കൈമാറും. ഒപ്പം റഷ്യ സൈനിക സഹായവും ബെലാറസിന് നൽകും. യഥാർത്ഥത്തിൽ രാജ്യം എന്ന പേരുണ്ടെങ്കിലും റഷ്യയുടെ ഒരു സ്റ്റേറ്റ് പോലെയാണ് ബെലാറസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ബെലാറസിൻ്റെ പ്രത്യേകതയും യൂറോപ്പുമായി ബെലാറസിൻ്റെ ബന്ധവും പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയും ബെലാറസും ഒക്കെ അടങ്ങുന്ന ആ ഗ്ലോബൽ പൊളിറ്റിക്സിൽ ബെലാറസിൻ്റെ പങ്ക് എന്ത് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റഷ്യയുടെ ഒരു സ്റ്റേറ്റ് പോലെ പ്രവർത്തിക്കുകയാണ് ബെലാറസ്. അതുകൊണ്ട് തന്നെ ബെലാറഷ്യൻ എന്ന പേരിലുമാണ് ഇരു രാജ്യങ്ങൾ അവരുടെ സൗഹൃദങ്ങൾ നടപ്പിലാക്കുന്നത്. ഈ ബെലാറഷ്യൻ എന്ന പേരിൽ തന്നെ മറ്റൊരു വിമത ഗ്രൂപ്പ് കൂടി ഉണ്ട് എന്ന് നമ്മൾ പറയേണ്ടതുമുണ്ട്. എന്ന് വെച്ചാൽ ബെലാറസ് പ്രസിഡന്റിനെ അട്ടിമറിക്കാനും റഷ്യയിൽ അസ്ഥിരതകൾ ഉണ്ടാക്കുവാനും ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൂടി പേര് ഈ പേരിനോട് സാമ്യമായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റഷ്യയെ സംബന്ധിച്ചിടത്തോളം മീഖായിൽ ഗോർബച്ചേവിൻ്റെ കാലഘട്ടത്തിൽ തകർന്നു പോയ USSR തിരികെ കൊണ്ടുവരണം. റഷ്യയിൽ നിന്നും വ്യത്യസ്ത രാജ്യങ്ങളായി തിരിഞ്ഞ് രാജ്യങ്ങളെ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി അതുകൊണ്ട് തന്നെ റഷ്യക്കുണ്ട്. എന്നാൽ ആ രാജ്യങ്ങളിൽ പലതും നാറ്റോയുടെയോ യൂറോപ്യൻ സഖ്യത്തിൻ്റെയോ ഒക്കെ ഭാഗമായി നിൽക്കുകയാണ്. ഇവരെ തിരികെ എത്തിക്കലാണ് പുടിൻ കാണുന്ന സ്വപ്നം. അതിന് ഏറ്റവും അടുത്ത സഖ്യരാജ്യമായി തുടരുന്നതാണ് ബെലാറസ്. ഈ ബെലാറസും റഷ്യയും അത്ര നല്ല സൗഹൃദത്തിലാണ് ഇപ്പോഴെങ്കിലും. ഇടയ്ക്കിടയ്ക്ക് ഇവർ റഷ്യയുമായി വഴക്കിടുക പതിവാണ് എന്നതും നമുക്ക് കാണേണ്ടതുണ്ട്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് ആണവായുധങ്ങൾക്കും സൈനിക താവളങ്ങൾക്കുമൊക്കെ ബെലാറസ് ആതിഥേയത്വം വഹിക്കുകയുണ്ടായിരുന്നു എന്നാണ് ബെലാറസിൻ്റെ ആദ്യകാല ചരിത്രം. പ്രസിഡന്റ് ലുക്കാഷെങ്കോ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉക്രൈനെ ആക്രമിക്കാൻ തങ്ങളുടെ രാജ്യത്ത് അനുവാദം നൽകുക പോലുമുണ്ടായി റഷ്യക്ക്. ഉക്രൈൻ്റെ വടക്കുഭാഗത്തേക്ക് റഷ്യൻ സൈനികർ കടന്നതും ഉക്രൈനെതിരെ മിസൈലുകൾ കൊണ്ടുള്ള റഷ്യയുടെ ആക്രമണങ്ങൾ നടത്തുന്നതുമൊക്കെ ഇതേ ബെലാറസ് കേന്ദ്രീകരിച്ചാണ്. ബെലാറസിൻ്റെ ഉക്രൈൻ അതിർത്തിയിൽ നിന്നാണ് ഈ മിസൈലുകളൊക്കെ റഷ്യ തൊടുത്തുകൊണ്ടിരിക്കുന്നത്. റഷ്യയുടെ ഏറെ പേര് കേട്ട സൈനിക കൂലിപ്പട്ടാളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റഷ്യൻ അർദ്ധ സൈനിക സംഘടനയാണ് വാഗ്നർ ഗ്രൂപ്പ്. ഈ വാഗ്നർ ഗ്രൂപ്പിൻ്റെ താവളവും പരിശീലന കേന്ദ്രവും പ്രവർത്തിക്കുന്നതും ഇതേ ബെലാറസിലാണ്. കൂടാതെ തന്ത്രപരമായ റഷ്യൻ ആണവായുധങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നതും ബെലാറസ് തന്നെ. അതുകൊണ്ട് തന്നെ റഷ്യയുടെ ശത്രുക്കൾ ബെലാറസിൻ്റെയും ശത്രുക്കളാണ്. എന്നാൽ മുകളിൽ പറഞ്ഞ പോലെ ബെലാറസ് റഷ്യയുമായി പലതവണ കലഹിക്കുകയും ചെയ്ത രാജ്യമാണ്. 2014 ഉക്രൈനിലെ ക്രീമിയ റഷ്യ പിടിച്ചെടുക്കിയപ്പോൾ ബെലാറസ് റഷ്യക്കെതിരെ നിലനിന്നിരുന്ന രാജ്യമായിരുന്നു. ക്രീമിയ റഷ്യൻ പ്രദേശം അല്ലെന്നായിരുന്നു അന്ന് ബെലാറസ് പ്രസിഡന്റിന്റെ ആദ്യ വാദം. റഷ്യയുടെ സ്വപ്നമായ പഴയ സോവിയറ്റ് യൂണിയൻ സ്ഥാപിക്കുന്നതിനോട് ബെലാറസ് എതിർത്തിരുന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അതുകൊണ്ട് തന്നെ ബെലാറസ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും റഷ്യയുടെയും ഇടയിൽ സ്വതന്ത്രമായി നിൽക്കുക എന്ന ഒരു പദ്ധതി ഈ ബെലാറസ് പ്രസിഡന്റ് കാണുകയും എന്നാൽ അതുമായിട്ട് അധികം തന്നെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ പോവുകയുമായിരുന്നു. എന്നാൽ ബെലാറസ് പ്രസിഡന്റിൻ്റെ ഈ ഒരു തീരുമാനം റഷ്യക്ക് അത്ര പിടിച്ചില്ല. കൂർമ്മ ബുദ്ധിയും പാമ്പിൻ്റെ പകയുമുള്ള പുടിൻ ഇതിനെ രാഷ്ട്രീയമായി നേരിടാൻ തന്നെ തീരുമാനിച്ചു. പ്രസിഡന്റ് ലുക്കാഷെങ്കോയെ പുറത്താക്കി പകരം പുടിൻ്റെ സ്വന്തക്കാരനായ മറ്റൊരാളെ പ്രതിഷ്ഠിക്കുമെന്ന് കണ്ടപ്പോൾ ലുക്കാഷെങ്കോ കാലുമാറി തീരുമാനം മാറ്റി. ലുക്കാഷെങ്കോയെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് രാജ്യവ്യാപക പ്രതിഷേധങ്ങളെല്ലാം ഇതിനിടെ ബെലാറസിനകത്ത് പുടിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊടുത്തു. പുടിനിൽ തന്നെ ഒടുവിൽ ലുക്കാഷെങ്കോക്ക് അഭയം തേടേണ്ടി വന്നു. ഇങ്ങനെ അഭയം തേടിയ ലുക്കാഷെങ്കോയും പിന്നീട് പുടിൻ്റെ നയനിലപാടുകൾ അംഗീകരിക്കുന്ന ആളായി മാറുകയാണ്. പിന്നീടുള്ള ബന്ധം മുകളിൽ പറഞ്ഞ പോലെ റഷ്യയുടെ യൂണിയൻ സ്റ്റേറ്റ് പോലെയാണ് ബെലാറസ് മാറുന്നത്. ഉക്രൈനെ ആക്രമിക്കാൻ ബെലാറസ് സൈന്യം ഉണ്ടായിട്ടില്ലെങ്കിലും ബെലാറസിലെ റഷ്യൻ സൈനിക ക്യാമ്പുകൾ വഴി ഉക്രൈനെ റഷ്യ ആക്രമിക്കുന്നുണ്ട്. ഏകദേശം 1000 കിലോമീറ്റർ ബെലാറസ് ഉക്രൈൻ അതിർത്തിയിലാണ്. ഉക്രൈൻ ഇതുമൂലം സൈനികരെ ഈ 1000 കിലോമീറ്ററിനുള്ളിൽ വിന്യസിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്.
ബെലാറസിനെ ആക്രമിക്കുന്നത് റഷ്യൻ ഫെഡറേഷനെ ആക്രമിക്കുന്ന പോലെയാണ് എന്നാണ് ഇതിനിടെ പുടിൻ വ്യക്തമാക്കിയിരുന്നത്. ഉക്രൈനികളും ബലാറഷ്യൻ വിമതരും ചേർന്ന് പലതവണ ബെലാറസ് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതിനിടെ പോളണ്ടും മറ്റ് അയൽ രാജ്യങ്ങളും ഉക്രൈൻ റഷ്യ യുദ്ധ പശ്ചാത്തലത്തിൽ ബെലാറസ് അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യ ആണവായുധങ്ങളും മിസൈലുകളും സ്ഥാപിച്ചതോടെയാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം അവരും എടുത്തത്. അമേരിക്കയുടെ കണ്ണിലെയും കരടാണ് ബെലാറസ്. 2000-ൽ ലുക്കാഷെങ്കോയുടെ ഏകാധിപത്യത്തിനെതിരെ അമേരിക്കയും യൂറോപ്പും ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് 2010-ലാണ് അത് എടുത്തുമാറ്റുന്നത്. ആ ഉപരോധം എടുത്തുമാറ്റാൻ ലുക്കാഷെങ്കോ പ്രയോഗിച്ചത് അമേരിക്കയുമായി തങ്ങൾ അടുക്കാൻ പോകുന്നു എന്ന് തോന്നിപ്പിച്ചതായിരുന്നു. അങ്ങനെ തോന്നിപ്പിച്ചുവെങ്കിലും ലുക്കാഷെങ്കോ അമേരിക്കയുമായി അടുത്തില്ല. ഇതിനിടെ 2023-ൽ ഉക്രൈനെ ആക്രമിക്കാൻ സഹായം നൽകി എന്ന കുറ്റം ചുമത്തി ഷെങ്കോയെ അറസ്റ്റ് ചെയ്യണമെന്ന് അന്താരാഷ്ട്ര കോടതിയോട് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടിരുന്നു. പുടിനൊപ്പം വാറണ്ടുള്ള ആളായതിനാൽ ലുക്കാഷെങ്കോ അധികമൊന്നും വിദേശയാത്രകൾ നടത്താറില്ല. സാങ്കേതിക വളർച്ചയ്ക്കും വിതരണത്തിനും പേരുകേട്ട ബെലാറസ് റഷ്യയുമായി ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ സ്വന്തം രാജ്യത്ത് സ്ഥാപിക്കാനും ശേഖരിക്കാനും ആരംഭിക്കുക വഴി ബെലാറസ് റഷ്യയോട് കൂടുതൽ അടുക്കുകയും യൂറോപ്യൻ യൂണിയനുമായും അമേരിക്കയുമായൊക്കെ കൂടുതൽ അകലുകയുമാണ് ചെയ്യുന്നത്. ഇത് യൂറോപ്പിൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കും. 1-ാം ലോകമഹായുദ്ധത്തിലും 2-ാം ലോകമഹായുദ്ധത്തിലും നിരവധി കെടുതികൾ അനുഭവിച്ച രാജ്യമാണ് പോളണ്ട്. പോളണ്ടിനും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമിടയിൽ നിർണായകമായ ഇടമാണ് റഷ്യക്ക് ബെലാറസ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ബെലാറസിൻ്റെ ആയുധമണിയലിനെ യൂറോപ്പും അമേരിക്കയും മറ്റൊരു കണ്ണിലൂടെയാവും നോക്കിക്കാണുക. waytonikah.com, the exclusive Muslim matrimonial site.